ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആവാട്ടോ. ആസാം ക്വാർട്ടേഴ്സിലെ ഒരു ദിവസം. അപ്പോൾ ഒരാൾ കുളിച്ച് റെഡിയായി പോകാനുള്ളൊരു ഒരുക്കത്തിലാണ്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് വിധുവിനെ എഴുന്നേൽപ്പിച്ചിട്ട് തൊപ്പിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് വിധു. അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് അച്ഛനെ പറഞ്ഞു വിടാണ് കേട്ടോ. രാവിലെ അച്ഛക്ക് ഡ്യൂട്ടി ഉണ്ട്. ഈ കാണുന്നത് എന്താണെന്നറിയോ? 6:30 സമയം. പക്ഷെ ഭയങ്കര വെയിലാണ് ഇവിടെ. വെയിൽ ഉദിച്ച് പരന്നിരിക്കണു. അപ്പം എല്ലാം വിധു നീറ്റു. വിധു ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നാണം വന്ന് കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ മെല്ലെ ബ്രഷ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. കണ്ണൊക്കെ തിരുമുന്നുണ്ട്. കുറച്ചൊക്കെ ഒറ്റയ്ക്ക് ചെയ്യും, എന്നാലും ഞാൻ ചെയ്തു കൊടുത്തു. അപ്പം അങ്ങനെ മുഖമൊക്കെ തുടച്ച് പോയിരുന്ന് കളിക്കുകയാണ് കേട്ടോ. JCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. അതിൻ്റെ ഒരു പീസ് എവിടെ നിന്നോ കിട്ടിയതാ, അതുകൊണ്ടാണ് രാവിലെ തന്നെ കളി. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ്. ഏട്ടൻ കഴിച്ചിട്ട് പോയി. അങ്ങനെ വിധു കഴിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ്. കുറച്ച് പഞ്ചസാരയൊക്കെ വേണം കേട്ടോ, എന്നാലേ വിധുവിന് ചെല്ലുള്ളൂ. കഴിക്കുമ്പോൾ ഒരു ആക്ഷനൊക്കെ ഉണ്ട്. പഞ്ചസാര തൊട്ട് നോക്കുകയാണ് ഇരുന്നിട്ട്. അങ്ങനെ കുളിയിലേക്ക് കടന്നു കേട്ടോ. രാവിലെ 4-5 മണിയോടുകൂടെ ഏതാണ്ട് വെയിൽ ഉദിച്ച് തുടങ്ങും. 6:30 ആകുമ്പോഴേക്കൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു 10:30 വെയിലാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്ഥിരം ഷവറിലാണ് കുളിയൊക്കെ കഴിഞ്ഞു. തലയൊക്കെ തോർത്താണ്. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കളിയിലേക്ക് കടന്നു കേട്ടോ. ഒരു അട്ടപ്പെട്ടി ഉണ്ട്, അവനും ഉണ്ട്. അപ്പോൾ അട്ടപ്പെട്ടിയുടെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ഡോർ അടയ്ക്കുക. അതുപോലെ കുറച്ച് മൃഗങ്ങളുണ്ട്, അതിങ്ങനെ വെക്കുക, ലൈനായി വെക്കുക, എന്തൊക്കെയോ അവൻ്റെ ഭാഷയിൽ ഇങ്ങനെ കളിക്കും. അതാരാ വെച്ചേ? ഇത് വിധു ആണോ? അത് അതിന്റെ പേരെന്താ? ചന്തായിട്ടാ, ചന്തായിട്ടുണ്ടേ. അടുത്തൊരു 10-11 മണിയോടുകൂടെ കുറച്ച് കടലയും കുക്കുംബറൊക്കെ ഞങ്ങൾ അകത്താക്കും കേട്ടോ. ഇനി ഉച്ചക്കത്തെ പരിപാടിയാണ് കേട്ടോ. അമരക്ക കൊണ്ട് ഒരു ഉപ്പേരി ആവാം. ഈ അമര നമ്മുടെ സ്വന്തം പച്ചക്കറിത്തോട്ടത്തിൽ ഉണ്ടായതാണ്. ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അങ്ങനെ അമരക്ക ഉപ്പേരിയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കടലക്കറി, അമരക്ക ഉപ്പേരി ഒക്കെയാണ് കേട്ടോ. കടലക്കറി എനിക്ക് ചോറിന് കൂടെ കഴിക്കാൻ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ഏട്ടന് കുഴപ്പമില്ല. അപ്പോൾ പിന്നെ 2 ആളല്ലേ ഉള്ളൂ, 2-3 ആൾക്ക് പിന്നെ എന്താ ചെയ്യുക. പിന്നെ മീൻ വറുത്തതും. അങ്ങനെ ഉച്ചത്തെ അതാണ് പരിപാടി. ഇനി ഞാൻ ഞങ്ങളിരിക്കുന്ന ക്വാർട്ടേഴ്സ് ഒന്ന് കാട്ടിത്തരാം കേട്ടോ. ക്വാർട്ടേഴ്സ് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ക്വാർട്ടേഴ്സ് തന്നെയാണ് കിട്ടിയത്. ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. അതുപോലെ ഈ കാണുന്നതെല്ലാം ഇതിലെ ചിലതൊക്കെ എൻ്റെ കരവിരുതാണ്. ഇത് വിധുവിൻ്റെ 1 വയസ്സ് ഉള്ളപ്പോൾ ഉള്ളൊരു ഫോട്ടോ ആണ്. ദേട്ടൻ്റെ ഇരുമ്പ് പെട്ടിയിലുണ്ടായിരുന്നതാണ്. ജസ്റ്റ് അതിനൊരു ഫ്രെയിം കൊടുത്തിട്ട് വെച്ചതാണ്. ഇതാണ് ഒരു റൂം കേട്ടോ. ഞങ്ങൾ കിടക്കുന്ന റൂമാണ്. 2 റൂമാണ് ഉള്ളത്. 2 റൂമും നല്ല വലിപ്പമുണ്ട്, നല്ല സൗകര്യമുണ്ട്. നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും വന്ന് നിൽക്കുകയാണെങ്കിലും അപ്പുറത്തെ റൂമൊക്കെ ഉണ്ടാവുകൊണ്ട് 2 റൂം ഉണ്ടാവുകൊണ്ട് സുഖമായി കഴിഞ്ഞു പോവാം. പിന്നെ ദൈവത്തെ വിട്ടുള്ള കളിയില്ല, അപ്പോൾ കൂടെ കൂട്ടിയതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ അടുക്കള. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്.
റാക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ വേസ്റ്റ് ഇടാനുള്ള ബക്കറ്റ്. കുടിക്കാനുള്ള വെള്ളം നമുക്ക് ഫിൽട്ടർ ചെയ്തത് കിട്ടും. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്, അതുകൊണ്ട് അതും ബുദ്ധിമുട്ടില്ല. ഇനി ഇവിടുത്തെ ബാത്റൂമാണ്. ഹീറ്റർ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഡിസംബറൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും, അപ്പോൾ ഹീറ്റർ ഇല്ലാതെ പറ്റില്ല. ഇത് മീനച്ചാറൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, തീർന്നിട്ടില്ല. ഇനി ഞാൻ വേറൊരു സംഭവം കാട്ടിത്തരാം. ഇത് നല്ല പ്യുവർ തേനാണ് കേട്ടോ. നമ്മുടെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഒരു വലിയ ടാങ്ക് ഉണ്ട്, അതിൻ്റെ മുകളിൽ നിന്ന് എടുത്തതാണ്. ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അങ്ങനെ നമ്മളെ ഏട്ടൻ വന്നു. അങ്ങനെ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചു. വിധു ഫുഡ് കഴിച്ചു. ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് പേര് കേട്ടോ. പക്ഷെ അച്ഛനെ മകൻ ഒട്ടും സമ്മതിക്കില്ല. അങ്ങനെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയിട്ടോ. വെയിലൊക്കെ മാറി. ഇതാണ് ഞാൻ പറഞ്ഞ ആ ടാങ്ക്. ഇതിൽ നിന്നാണ് കേട്ടോ തേനെടുത്തത്. അതിനപ്പുറത്ത് നമുക്ക് ആറോ പോയിൻ്റാണ്. ഇതാണ് നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കും. അപ്പോൾ ഇത് കളിക്കാൻ ഇവിടെയായി ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ച് നേരം ഊഞ്ഞാലാടും, പിന്നെ കുറച്ച് നേരം ഒടിച്ചും, അതൊക്കെയാണ് കളി. ഇവിടെ പൊതുവെ നല്ല റോഡിൻ്റെ സൈഡിലൊക്കെ തോനെ മരങ്ങളുണ്ടാവുകൊണ്ട് കിളികളുടെയൊക്കെ ഒരു കളകളാരവും നല്ല രസമാണ്. മൊത്തത്തിൽ ഒരു ഇക്കോ ഫ്രണ്ട്ലിയാണ്. ആസാം കുറേയേറെയൊക്കെ കേരളം പോലെ തന്നെയാണ് കേട്ടോ. ഒരു മാറി നിൽക്കുന്ന ഒരു ഫീലൊന്നും തോന്നുന്നില്ല. ഇവിടെ ചുറ്റും കാണുന്നത് ക്വാർട്ടേഴ്സാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഒരു നായക്കുട്ടീനെ കണ്ടു കേട്ടോ. ഇവിടെ കുറേ നായ്ക്കളുണ്ട്, പിന്നെ കുരങ്ങനുണ്ട്, പിന്നെ കുറേ പശുക്കളുണ്ട്, പിന്നെ മൂങ്ങയുണ്ട്. അങ്ങനെ കുറേ ജീവജാലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല മുഴുത്ത പാമ്പുകളുണ്ട്. അങ്ങനെ രാത്രിയായി തുടങ്ങി. ഇവിടുത്തെ ആകാശം കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമുക്ക് കുറേ നേരം നോക്കി നിൽക്കാൻ തോന്നും. അങ്ങനെ നേരെ ഇരുട്ടി തുടങ്ങിയപ്പോൾ ഇത് വേഗം സൈക്കിളൊക്കെ ചവിട്ടി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.